കാനഡയിലെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും ആളുകളുടെ സംശയവും കൂടുന്നുണ്ട്. എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത്? ആർക്കൊക്കെ ഇലക്ഷന് വോട്ട് ചെയ്യാം? വോട്ട് ചെയ്യാനുള്ള മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണ്? എന്നിങ്ങനെ പല സംശയങ്ങളാണ് ആളുകൾക്ക് ഉള്ളത്. ഇതിനെല്ലാമുള്ള ഉത്തരങ്ങൾ ഇലക്ഷൻസ് കാനഡ നൽകുന്നുണ്ട്. അതിനായി പുതിയ ഒരു മാർഗനിർദ്ദേശ ഗൈഡ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിട്ടുണ്ട്. കനേഡിയൻ പൗരന്മാരല്ലാത്ത മറ്റു രാജ്യക്കാർക്കും കാനഡയിൽ വോട്ട് ചെയ്യാൻ പറ്റും. 2021 സെപ്റ്റംബറിലെ ഇലക്ഷന് ശേഷം ഏകദേശം 20 ദശലക്ഷം വിദേശികൾക്കാണ് കാനഡയിൽ പുതിയതായി പൗരത്വം ലഭിച്ചിട്ടുള്ളത്. ഇതിൽ ഭൂരിഭാഗവും ഇന്ത്യ, ചൈന, ഫിലിപ്പീൻസ്, നൈജീരിയ, ഫ്രാൻസ്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ്. അതുകൊണ്ട് തന്നെ പലർക്കും വോട്ട് ചെയ്ത് പരിചയമില്ല. അങ്ങനെ വരുന്നവർക്ക് ഈ വോട്ടിംഗ് ഗൈഡ് ശരിക്കും പ്രയോജനകരമായിരിക്കും. വിദേശ പൗരന്മാർ സാധാരണയായി മറ്റ് കനേഡിയൻ പൗരന്മാരെ അപേക്ഷിച്ച് വളരെ കുറച്ചു പ്രാവശ്യം മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ. പലർക്കും വോട്ടിംഗ് പ്രക്രിയ എങ്ങനെയാണെന്ന് മനസ്സിലാകാത്തതോ വോട്ടിംഗിൽ ആശയക്കുഴപ്പം സംഭവിക്കുന്നതോ ഇതിന് കാരണമാകാറുണ്ടെന്നാണ് ഇലക്ഷൻസ് കാനഡ പറയുന്നത്. കൂടാതെ പുതിയ വോട്ടർമാരെ സഹായിക്കുന്നതിനായി ഇലക്ഷൻസ് കാനഡ വോട്ടിംഗ് ഗൈഡ് തയ്യാറാക്കിയിട്ടുണ്ട്. അതുവഴി പുതിയ പൗരന്മാർക്ക് 2025 ഏപ്രിൽ 28 വോട്ട് ചെയ്യാൻ സാധിക്കും. കാനഡയിൽ ആർക്കൊക്കെ വോട്ട് ചെയ്യാം? കാനഡയിൽ വോട്ട് ചെയ്യാൻ വിദേശികൾക്ക് നിർബന്ധമായും കനേഡിയൻ പൗരത്വം ഉണ്ടായിരിക്കണം. സ്ഥിരതാമസക്കാർ, അഭയാർത്ഥികൾ, താൽക്കാലിക തൊഴിൽ വിസ ഉടമകൾ, പഠന വിസകൾ ഉള്ളവർക്കും കാനഡയിൽ വോട്ട് ചെയ്യാൻ അനുമതിയില്ല. കൂടാതെ നിങ്ങൾക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ഇലക്ഷൻസ് കാനഡയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. കൂടാതെ ഇലക്ഷൻ സമയത്ത് വോട്ടർമാർ അവരുടെ മേൽവിലാസവും ഐഡന്റിറ്റിയും തെളിയിക്കണം. എങ്ങനെയാണ് ഇലക്ഷൻസ് കാനഡയിൽ രജിസ്റ്റർ ചെയ്യുന്നത്? വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഏപ്രിൽ 22-നകം ഇലക്ഷൻസ് കാനഡയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ നേരിട്ട് ഓഫീസ് വഴിയോ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഫോട്ടോ, മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന ഒരു ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി നേരത്തെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഇലക്ഷൻ ദിവസം ID കൊണ്ടുപോയാൽ പോളിംഗ് സ്റ്റേഷനിലും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ID കാർഡുകൾ നഷ്ടമായി പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. അതിനായി എല്ലാ രേഖകളും കയ്യിലുള്ള ഒരാൾ നിങ്ങൾക്ക് വേണ്ടി അവിടെ ഉറപ്പ് നൽകിയാൽ മതിയാകും. എവിടെ, എപ്പോൾ, എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത്? ഏപ്രിൽ 28 തിങ്കളാഴ്ചയാണ് കാനഡ ഇലക്ഷൻ തീയതിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിന് 3 ആഴ്ച മുമ്പ് ഇലക്ഷൻസ് കാനഡയിൽ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും വോട്ടർ രജിസ്ട്രേഷൻ കാർഡുകൾ മെയിൽ വഴി അയക്കും. ഇതിൽ കൃത്യമായി നിങ്ങൾക്ക് എവിടെയാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് എഴുതിയിട്ടുണ്ടാകും. ഓൺലൈനായും നിങ്ങൾക്ക് വോട്ടിംഗ് സ്ഥലം കണ്ടെത്താം. തെരഞ്ഞെടുപ്പ് ദിവസം 12 മണിക്കൂർ പോളിംഗ് ഉണ്ടായിരിക്കും. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ് വോട്ടർ രജിസ്ട്രേഷൻ ചെയ്തവർക്ക് വോട്ട് ചെയ്യാൻ അവസരമുള്ളത്. ഓരോ പ്രദേശത്തിനനുസരിച്ചും ഇത് വ്യത്യാസപ്പെടാം. കൂടാതെ ഇലക്ഷൻ ദിവസം ജോലിക്ക് പോകുന്നവർക്ക് തൊഴിൽ ഉടമകൾ 3 മണിക്കൂർ വരെ സമയം അനുവദിക്കണമെന്ന് ഉത്തരവുമുണ്ട്. ഏപ്രിൽ 18 മുതൽ 21 വരെ അഡ്വാൻസ് പോളിംഗ് സ്റ്റേഷനുകൾ ഉണ്ടാകും. അതിന്റെ വിശദമായ വിവരങ്ങൾ നിങ്ങളുടെ വോട്ടർ വിവര കാർഡിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഓൺലൈനായും ഇത് കണ്ടെത്താം. അല്ലെങ്കിൽ ഏപ്രിൽ 22 വൈകുന്നേരം 6 മണി വരെ നിങ്ങളുടെ അടുത്തുള്ള ഇലക്ഷൻസ് കാനഡയുടെ ഓഫീസിൽ നേരിട്ടെത്തി വോട്ട് ചെയ്യാം. നിങ്ങൾ രോഗാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്ന ഒരാളാണെങ്കിൽ ഏപ്രിൽ 20-നും 22-നും ഇടയിൽ വോട്ട് ചെയ്യാൻ അവസരമുണ്ട്. കാനഡയ്ക്ക് പുറത്തുള്ള കനേഡിയൻ പൗരന്മാർക്ക് ഏപ്രിൽ 22 വൈകുന്നേരം 6 മണിക്ക് മുമ്പ് ഇന്റർനാഷണൽ വോട്ടർ രജിസ്റ്ററിൽ ഉൾപ്പെടുത്താൻ അപേക്ഷിച്ചാൽ തപാൽ വഴിയും വോട്ട് ചെയ്യാം.